ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് BR റാങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നേരെ വീഡിയോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മുടെ കൂട്ടത്തിൽ റെയർലെസ് കളിക്കാനായിട്ടില്ല ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സ് എല്ലാം റാൻഡം പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മൾ മാത്രമല്ല വേറെ ടീംസും ഒക്കെ വന്ന് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എനിമീസിനെക്കാട്ടിലും മുമ്പേ നമുക്ക് ഗണ്ണും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് അവരെ അടിച്ചിടണം. അറ്റ്ലീസ്റ്റ് അവരെ അടിച്ചിടാൻ പറ്റിയില്ലെങ്കിലും അവർ നമ്മളെ അടിച്ചിടാതിരുന്നാൽ മതിയായിരുന്നു. പറഞ്ഞു തീരേണ്ട താമസം ഒരുത്തനെ ഞാൻ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അവൻ എന്തായാലും ഡെഡ് ആവാനാണ് സാധ്യത കൂടുതൽ. അല്ലാതെ ഇപ്പോൾ തന്നെ ആര് പോയി റിവൈവ് ചെയ്യാനാണ്? ഗണ്ണും കാര്യങ്ങളും എല്ലാം സെറ്റ് ആവുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സേഫ് ഒരു സ്ഥലത്തേക്കാണ് ഇറങ്ങിയേക്കുന്നത്. പിന്നെ അവിടുന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്കോപ്പ് ചെയ്ത് എനിമി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നോക്കായവൻ ഏതായാലും ഡെഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ചത്തിട്ടില്ലെങ്കിൽ അവനെ നമുക്ക് റിവൈവ് ചെയ്യാം. ഇപ്പോഴല്ല, അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട്. ഇപ്പോൾ റിവൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം നമ്മുടെ കയ്യിൽ ടോക്കണും ഇല്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ റിവൈവൽ പോയിന്റ് യൂസ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് പതുക്കെ അവനെ റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഓടിച്ചാടി നടന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കുന്നുണ്ട്. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഇപ്പോൾ സേഫാണ്. ഒരുത്തനാണെങ്കിൽ ഒരു നോക്കൊക്കെ എടുത്ത് ഭയങ്കര സെറ്റായിട്ടൊക്കെ കളിക്കുവാണ്. അപ്പോൾ ഞാനും അത്യാവശ്യം ഡാമേജൊക്കെ എനിമീസിന് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരുത്തന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഗ്ലൂവാളിട്ട് അവൻ സേഫാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കവർ എടുക്കാനായിട്ടൊരു സ്ഥലമായി ഏതായാലും ഇപ്പോൾ. അതിന് ഞാൻ കണ്ണു കാണുന്ന എനിമീസിനെയൊക്കെ പിടിച്ച് അടിക്കുന്നുണ്ട്. പക്ഷേ ഈ പാരഫോൾ വെച്ച് അടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, ആരും അങ്ങോട്ടേക്ക് നോക്കാവുന്നില്ല. പിന്നെ ഞാൻ വേഗം തന്നെ ഗൺ മാറ്റി വുഡ്പക്കർ എടുത്ത് അവനെ അങ്ങനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് വേറൊരു എനിമി വന്ന് നമ്മുടെ രണ്ട് ടീംമേറ്റ്സിനെ നോക്ക് ചെയ്തു. ഇനി ഞാനും കൂടെ ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആവും. അപ്പോൾ ഞാൻ സേഫായിട്ട് ഗ്ലൂവാളൊക്കെ ഇട്ട് കവറൊക്കെ എടുത്ത് ഭയങ്കര സേഫായിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ രണ്ട് ടീംമേറ്റ്സിനെ പതുക്കെ റിവൈവ് ചെയ്ത് വിടാം. അങ്ങനെ ഞാൻ രണ്ടുപേരെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി അവർ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ആ ടീംമേറ്റ് അല്ല എനിമീനെ നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും അവൻ നമ്മുടെ വൂങ്കോങ്ങിൻ്റെ എബിലിറ്റിയൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡാമേജ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയം കൊണ്ട് അവൻ എന്നെ നോക്ക് ചെയ്തിട്ടു ഗൈസ്. പിന്നെ വേഗം തന്നെ നമ്മൾ റിവൈവ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ചങ്ക് ടീംമേറ്റ്സ് വന്ന് എന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആളും പോയി നോക്കായി ഗൈസ്. അപ്പോൾ ഞാൻ വേഗം തന്നെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്തു. അടുത്ത ആളല്ല, രണ്ടുപേരും പോയി നോക്കായി. മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അവനെ നമ്മൾ അത്യാവശ്യം ഡാമേജൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഡാമേജൊക്കെ കൊടുത്ത് അവനെ അങ്ങനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ നോക്കങ്ങ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടീംമേറ്റിനെ അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം അവനും കൂടെ പോയി ചത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാവും ഗൈസ്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം തന്നെ അവനെ റിവൈവ് ചെയ്ത് വിട്ടു. ഇനിയും നമ്മുടെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യണം. പക്ഷേ നമ്മുടെ കയ്യിലാണെങ്കിൽ ടോക്കണും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യമേ ലൂട്ടൊക്കെ സെറ്റാക്കി ഒന്ന് ഉഷാറാവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോക്കണും സെറ്റാക്കി അവരെ റിവൈവ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് റിവൈവൽ പോയിന്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ റിവൈവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അവിടെ ടോക്കണൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ടോക്കൺ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ എനിമീസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇടയ്ക്കൊക്കെ കുറച്ച് റിസ്ക് എടുക്കുന്നത് നല്ല ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്, അവരെയൊക്കെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മൾ ലൂട്ടും സെറ്റ് ആക്കണമല്ലോ. അപ്പോൾ ഈ വഴി കാണുന്ന ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ യൂസ് ആക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ 400 ടോക്കണായി. അതായത് ഒരാളെ നമുക്ക് റിവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ടോക്കൺ ഇപ്പോൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആഹാ എന്തൊരു സന്തോഷം, നമ്മുടെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാനുള്ള ടോക്കൺസ് നമുക്കിപ്പോൾ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ തന്നെ ടീംമേറ്റ്സിനെ പോയി റിവൈവ് ചെയ്യാം. കാരണം ഇനി ആരെങ്കിലുമൊക്കെ വന്ന് അറ്റാക്ക് ചെയ്താലോ, ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ വേഗം തന്നെ നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാനായിട്ട് വന്ന് അങ്ങ് റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരു എനിമിയല്ലേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോയത്. പിന്നെ വേഗം തന്നെ നമ്മുടെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്തു. റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. കാരണം നമ്മൾ നോക്കായാലും നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഉഷാറായിട്ട് കളിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ അവനെ സ്പോട്ട് ചെയ്തത് കാരണം അവൻ നമ്മളെ കണ്ടില്ല എന്ന് തോന്നുന്നു. കറങ്ങി വരാനായിട്ട് പ്ലാൻ ചെയ്ത അവനെ നമ്മൾ അവസാനം അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഫിനിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവൻ്റെ ടീംമേറ്റ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നാലും ഇവിടെയൊക്കെ കയറി ലൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്ത് അതുപോലെ ടോക്കൺസും എല്ലാം കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വിൽ പവറൊക്കെ നമ്മൾ കാണിച്ച് അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മുടെ ടീംമേറ്റ്സ്, അതായത് നമ്മൾ റിവൈവ് ചെയ്ത് വിട്ട നമ്മുടെ ടീംമേറ്റ്സും നമ്മുടെ ഇവിടെ തന്നെയാണ് വന്ന് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർക്ക് അധികം ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. സോ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഫിനിഷ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇവിടെ എനിമീസ് ഇല്ലാത്തത് കാരണം നമുക്ക് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ പിന്നെയും പോവുകയാണ് ഗൈസ്. നമ്മുടെ വേറൊരു ടീംമേറ്റ് ഉണ്ടല്ലോ, ആ ടീംമേറ്റിൻ്റെ അടുത്തോട്ട് പോകാം എല്ലാവർക്കും കൂടെ, എന്നിട്ട് ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ വിചാരിക്കുവാണ്. പക്ഷേ നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഒന്ന് ലൂട്ട് സെറ്റാക്കിയിട്ടൊക്കെ വരട്ടെന്ന് ഓർത്ത് ഞാൻ പിന്നെ അധികം നേരം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് നിന്നില്ല. നമ്മുടെ ടീംമേറ്റ് ഉള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ അത്യാവശ്യം
അത്യാവശ്യം എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം എനിമീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ഇനി ലൂട്ടൊക്കെ സെറ്റാക്കി എല്ലാവരും പല പല സ്ഥലത്തോട്ട് പോയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ നേരത്തെ നോക്ക് ചെയ്തിട്ട് ആളാന്ന് തോന്നുന്നു. പിന്നെ അവിടെ തന്നെ വന്ന് ഇറങ്ങി അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഡാമേജൊക്കെ ഞാൻ കൊടുത്തു. ഇനി കുറച്ചും കൂടെ കൊടുത്താൽ മതി. എന്നാലും സേഫായിട്ട് വേണം നമ്മൾ നീങ്ങാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അവൻ എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ട് അവൻ എന്ത് ചെയ്യുന്നൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി മിക്കവാറും അവൻ അതിൻ്റെ അകത്ത് കാണുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവൻ സോൺ വരുന്നത് കാരണം അവൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം ഡാമേജൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ സേഫായിട്ട് ഓടാനായിട്ട് നോക്കുക. പക്ഷെ നമ്മൾ വെറുതെ വിടുമോ? അവൻ തിരിഞ്ഞടിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സേഫായിട്ട് കവറൊക്കെ എടുത്ത് രക്ഷപ്പെടാനായിരുന്നു നോക്കുക. പക്ഷേ അവൻ തിരിഞ്ഞടിക്കാഞ്ഞത് കാരണം എനിക്ക് അവനെ അടിച്ച് ഫിനിഷ് ചെയ്യണം എന്നുള്ളതായി. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഞാനും കാണുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്ന് നോക്കിയതും അവനെ കിട്ടി ഗൈസ്. പിന്നെ വേഗം തന്നെ നോക്ക് ചെയ്തു. അവൻ നമ്മളെ അടിക്കാത്തതിന് കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം അവൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പാവം. അവൻ്റെ ടീം എന്തായാലും വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ടീം പോയി കിട്ടിയപ്പോൾ എന്തൊരാശ്വാസം. ഫ്രീ ഫയർ കളിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്തേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. അതായത് നമ്മൾ ഗെയിം വലിയ പ്രതീക്ഷയോടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ടീം വൈപ്പ് ഔട്ടായി പോകുന്ന ഒരവസ്ഥ. അതായത് 13-13ാമത്തെ സ്ഥാനവും കൈവഴിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ரொம்ப കഷ്ടமான അവസ്ഥയാണ് ഗൈസ് അതെന്ന് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എത്ര വട്ടം അങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് പോലും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അത്രയും പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ഉണ്ടോ, അതുപോലെ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയേക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സങ്കടമൊക്കെ തോന്നുന്നത്. വേറൊരു ടീം നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സങ്കടം തോന്നാറില്ലല്ലോ. അതെന്താ അല്ലേ അങ്ങനെ? നമ്മളെന്ത് ദുഷ്ടരാണ് ഗൈസ്. ഞാനും നിങ്ങളും എല്ലാവരും ദുഷ്ടരാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. പിന്നെ അവൻ അത്യാവശ്യം ഡാമേജ് ഒക്കെ കൊടുത്തു. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ടീംമേറ്റ് വണ്ടിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത എനിമീസിനെ തപ്പി ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ടീംമേറ്റ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ കണ്ണിന് ഭയങ്കര കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. ടീംമേറ്റ് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടല്ല കേട്ടോ, എന്തോരം എനിമീസാണ്, എല്ലാവരും അടിച്ചിടാനായിട്ട് തോന്നുമായിരുന്നു. അവരാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് ഓടുവാണ് ഗൈസ്. കാരണം അവർക്ക് മനസ്സിലായി ഈ ഒരു സ്ഥലം മൊത്തം ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ടീമിനെ എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്യാൻ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി എല്ലാവരും അങ്ങ് രക്ഷപ്പെടാൻ നോക്കുവാണ്. പക്ഷെ ഞങ്ങൾ വെറുതെ വിടുവോ? നമ്മുടെ ടീംമേറ്റ്സ് ആണെങ്കിൽ പുറകെ പോയി അവരെ അങ്ങനെ നോക്കിയാനും ഫിനിഷ് ചെയ്യാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സോൺ പതുക്കെ ഷ്രിങ്ക് ആവുന്നത് കാരണം ഞാൻ പതുക്കെ സേഫ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ട്. എന്നാലും നമുക്ക് റിസ്ക് ഒന്നും എടുക്കാനില്ല, സേഫാണ്. അപ്പം ഞാൻ ഇനി ആരെങ്കിലും റിവൈവ് ചെയ്തിട്ട് എനിമീസ് വല്ലതും റിവൈവായി വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ മേളിൽ നോക്കിയപ്പോൾ ആരും കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടേക്കുന്ന എനിമീസിൻ്റെ ലൂട്ട് ബോക്സ് ഒക്കെ കയറി തപ്പുവാണ്. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയും പതുക്കെ സോൺ ഇങ്ങനെ ശൃംഗായി വരുവാണ്. അപ്പോൾ ഈ ഒരുത്തനെ കണ്ടിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേനും നമ്മുടെ ടീംമേറ്റ് അത് അങ്ങനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വേഗം തന്നെ ഫിനിഷ് ചെയ്ത് അവൻ്റെ ലൂട്ട് ബോക്സ് ഒന്ന് കയറി തപ്പിയിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വേറൊരുത്തൻ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ സോണിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതിലും ഭേദം എങ്ങനെയെങ്കിലും സോൺ പിടിക്കാൻ നോക്കുന്നതാണ്. ഈ എനിമീസ് കണ്ടില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ നിന്നിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവൻ ഇങ്ങോട്ട് എന്നെ അടിച്ച് എന്നെ വിളിച്ചതാണ്. പിന്നെ ഞാൻ വെറുതെ വിടുവോ? നോക്ക് ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് വേഗം തന്നെ സോണൊക്കെ പിടിച്ച് നമ്മൾ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത് സെറ്റായിട്ട് സേഫായിട്ടും ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇനി 24 പേരും കൂടെ ഉണ്ട് ഈ ഒരു മാച്ചിൽ. അതിൽ 4 പേര് ഞങ്ങളാണ്. ഇപ്പോൾ അതിൽ നിന്ന് 2-3 പേരായിട്ട് ഇങ്ങനെ കുറയുന്നുണ്ട്. വേഗം തന്നെ എനിമീസൊക്കെ ഇങ്ങനെ നോക്കായി ഫിനിഷ് ആവട്ടെ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് വേഗം മാച്ചും ഫിനിഷ് ചെയ്ത് അങ്ങ് പോയി അടിക്കാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ടീംമേറ്റിന് എവിടെ നിന്നൊക്കെയോ ഡാമേജ് കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേളിലോട്ട് കയറിയപ്പോൾ ഒരു എനിമീനെ കണ്ടു. പിന്നെ അത്യാവശ്യം ഡാമേജൊക്കെ കൊടുക്കാൻ നോക്കിയെങ്കിലും ഒരു അടി പോലും അവന് കൊള്ളുന്നില്ല. നല്ല ഉന്നം എനിക്ക് ഏതായാലും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും അവൻ എവിടേക്കോ പോയി കവർ എടുത്തു. നമ്മുടെ ടീംമേറ്റ് പിന്നെ വണ്ടിയിലൊക്കെ വന്ന് അവൻ്റെ പുറകെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അത്യാവശ്യം ഡാമേജൊക്കെ കൊടുത്ത് അങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്ത എനിമിയുടെ ടീംമേറ്റ്സ് ആണെന്ന് തോന്നുന്നു ഇവരെല്ലാവരും. അതിൽ ഒരുത്തനെ കൂടെ എനിക്ക് നോക്ക് ചെയ്യാനായിട്ട് പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കായി ഗൈസ്. പിന്നെ നമ്മുടെ ടീംമേറ്റ്സിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും അശ്രദ്ധ മൂലം ഞങ്ങൾ അങ്ങനെ പോയി ഡിഫീറ്റ് അടിച്ചിട്ടുണ്ട്. അവർ വിക്ടറി അടിച്ചിട്ടില്ലെങ്കിലും വിക്ടറി അടിക്കുമായിരിക്കും. വിക്ടറി അടിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.